ഗായ്സ്, അപ്പോൾ ഞാനിന്ന് പറയാൻ പോകുന്നത് നമ്മുടെ അനുമോളെയും രേണുസുതിയെയും പറ്റിയാണ്. അപ്പോൾ ഇന്ന് ഓണ ദിവസം, ഇന്ന് തിരുവോണമാണ്. അപ്പോൾ ബിഗ് ബോസ് വീട്ടിൽ ഓണം തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ക്യാപ്റ്റൻസി ടാസ്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അനുമോള് ക്യാപ്റ്റൻസി ടാസ്കിലേക്ക് തിരഞ്ഞെടുത്തത് രേണുവിനെ ആയിരുന്നു. അതിനെപ്പറ്റി പറയാനാണ് ഞാൻ വന്നത്. എനിക്ക് തോന്നുന്നു അനുമോള് രേണുവിനെ തിരഞ്ഞെടുത്തത് രേണു കുറച്ചുകൂടെ ആക്റ്റീവ് ആവാൻ വേണ്ടിയായിരിക്കുമെന്ന്. അതിനെപ്പറ്റി 2 ദിവസം മുമ്പ് ഒരു സംസാരം നടന്നിട്ടുണ്ടായിരുന്നു. രേണു അനുമോളും തമ്മിലാണ് നടന്നത്. അനുമോള് പറയുന്നുണ്ടായിരുന്നു, ചേച്ചി കുറച്ചുകൂടെ ആക്റ്റീവ് ആവണം, ഇത് വലിയൊരു പ്ലാറ്റ്ഫോമാണ്, ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി എല്ലാവരും ആഗ്രഹിക്കുന്നതാണ്, പക്ഷെ അത് പലർക്കും കിട്ടാറില്ല. അപ്പോൾ അത് ചേച്ചിക്ക് കിട്ടിയിട്ടുണ്ട്, അത് മാക്സിമം യൂസ് ചെയ്യണമെന്ന്. എനിക്ക് തോന്നുന്നു രേണുവിന് എന്തോ ഫാമിലി പിരിഞ്ഞിരിക്കുന്നത് കൊണ്ടോ മേ ബി കുട്ടികളെ ഒന്നും കാണാൻ പറ്റാത്തതുകൊണ്ടോ അതുകൊണ്ടൊക്കെ ആയിരിക്കാം ഇങ്ങനത്തെ ഒരു അവസ്ഥ രേണു കടന്നു പോകുന്നത്. രേണു എപ്പോഴും ഗ്ലൂമി ആയിട്ട് നമ്മൾ കാണുമ്പോഴായിരുന്നാലും രേണു അങ്ങനെ വലിയതായിട്ട് സംസാരിക്കുന്നതോ അഭിപ്രായങ്ങൾ പറയുന്നതോ കാണുന്നില്ല. അതുകൊണ്ടായിരിക്കും അനുമോള് രേണുവിനെ ഉപദേശിച്ചത്. അപ്പോൾ അനുമോള് രേണുവിനെ നന്നായിട്ട് എന്നെ മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. കാരണം അവിടെ അത്രയും പേരുണ്ടായിരുന്നിട്ട് ആർക്കും രേണുവിനോട് അങ്ങനെ പറയാൻ തോന്നിയിട്ടില്ല. പക്ഷേ അനുമോള് പറഞ്ഞു. അനുമോൾക്ക് അത് പറയേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല, പക്ഷേ അവളത് പറഞ്ഞു. അത് അവിടെയാണ് അനുമോളുടെ ക്വാളിറ്റി കാണാൻ കഴിയുന്നത്. അനുമോൾക്കെതിരെ ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, 2 വീഡിയോ. അത് ജിസേലിനെ ആര്യനെയും പറ്റി പറഞ്ഞപ്പോഴാണ്, അങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചപ്പോഴാണ് ഞാൻ പറഞ്ഞത്. കാരണം തെറ്റിന് തെറ്റെന്ന് തന്നെ പറയും, ശരിയെന്ന് തന്നെ പറയും. രേണുവിൻ്റെ കാര്യത്തിൽ അനുമോളുടെ സംസാരിച്ച ആ ഒരു ഉപദേശം കൊടുത്തത് വളരെയേറെ നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നി. കാരണം അത്രയും പേരുണ്ടായിരുന്നിട്ട് ആർക്കും തോന്നിയിട്ടില്ല, പക്ഷെ അനുമോൾക്കത് തോന്നി. അത് വളരെ നല്ല കാര്യമാണ്. പിന്നെ ജിസേലിൻ്റെ ആര്യൻ്റെയും കാര്യത്തിൽ അങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചപ്പോഴാണ് നമുക്ക് അനുമോളിൽ കുറച്ച് ഇങ്ങനെ ഫ്രണ്ട്സിനിടയിലുള്ള കാര്യങ്ങൾ നെഗറ്റീവായിട്ട് പറയുന്നു എന്നൊരു തോന്നലുണ്ടായത്. പക്ഷെ അനുമോൾ നല്ലത് ചെയ്താൽ നല്ലതെന്ന് തന്നെ പറയും, അത് വേറെ കാര്യം.